ഇന്ന് നമുക്ക് ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. ഒരു 5 മിനിറ്റ് മാത്രം മതിയാവും ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം ഞാൻ ഇതിന് വേണ്ടി ഒരു പാനാണ് എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാൻ ഒന്ന് ചൂടായി വരട്ടെ. ചൂടായ ശേഷം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണെങ്കിൽ ബെസ്റ്റ്. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. കോക്കനട്ട് ഓയിലാണെങ്കിൽ ടേസ്റ്റ് കൂടും. ഓയിൽ ചൂടായ ശേഷം കടുകിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തക്കാളി കട്ട് ചെയ്തുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 തക്കാളിയെ കൈവശം ഉള്ളെങ്കിൽ അതും മതി. വളരെ ടേസ്റ്റിയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു എരിവിന് വേണ്ടി 4-5 പച്ചമുളക് കീറിയതുകൂടെ ചേർത്ത് കൊടുത്തു. ഈ തക്കാളിയിലും മുളകിലും ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യാം. തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഗ്രേവി തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. നാളികേരം നിങ്ങൾക്ക് എത്ര വേണോ അളവ് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ അരമുറി എടുത്തിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായ നാളികേരം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് വേണ്ടി നമുക്കൊരു 4 പച്ചമുളകാണ് ആവശ്യം. അപ്പോൾ ആ പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു. ഇത് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ. ഇനി നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ചെറുതീയിലാണ് ഞാൻ വച്ചിട്ട് പോയത്. നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരത്തിൻ്റെ കൂട്ടൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗ്രേവി എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇതൊരല്പം കുറുകിയ കറിയാണ്. അപ്പോൾ വെള്ളം ഒരുപാട് ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ഈ നാളികേരത്തിൻ്റെ പച്ച ചുവയെല്ലാം മാറി നല്ലോണം ഒന്ന് കുക്കായി കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു കുറുകിയ കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഒരല്പം വെള്ളം മാത്രം ചേർത്ത് ഇത് തിളയ്ക്കുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ കറിയൊക്കെ നല്ലോണം ചൂടായി നല്ലോണം ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നാളികേരത്തിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തൈരാണ്. അപ്പോൾ ചൂട് നല്ലോണം തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തതിന് ശേഷം പിന്നെ നമുക്കിത് ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. 1 തക്കാളിയും 2 പച്ചമുളകും അല്പം തൈരും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്വാദിഷ്ടമായ കറി റെഡിയാവും. അപ്പോൾ ഊണ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാന്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.